പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ക്യാൻബി ഐലൻഡ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ക്യാൻബി ഐലൻഡ്. ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ക്യാൻബി ഐലൻഡിലാണ്. അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിൽ ചുമ്മാതിരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എങ്ങോട്ടെങ്കിലും പോവാം. അങ്ങനെ ഞങ്ങൾ ഭൂപടത്തിൽ നോക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഈ സ്ഥലം കൊള്ളാമല്ലോ, അങ്ങനെ പോവാണ്. അപ്പോൾ നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയുള്ളത്. ഞങ്ങൾ പ്ലാൻഡ് അല്ല, എവിടെ പോകണമെന്ന് അറിയില്ല, അവിടെ ചെന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം ഞങ്ങൾ അവിടെ പോവുകയാണ്. തന്നെ കുലുക്കാതെ വിടുക. ശരത്തുമോന് വഴി പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ്. ഐ എം എ പാസഞ്ചർ പ്രിൻസസ് ആണ്. അപ്പം എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താണ് കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലമ്മാണ് ഞാൻ കഴിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ്. ബട്ട് എനിക്ക് വിശക്കുന്നത് ഞാനത് കഴിക്കുകയാണ്. ശരത്തുമോനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് തെറ്റിപ്പോകും. അപ്പം ഞാനാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പം ഞാൻ പ്ലം കഴിക്കുന്നുണ്ട്, ശരത്തുമോൻ തനിയെ ഓടിക്കാം. അതിനെ സൂക്ഷിച്ച് ഓടിക്കണം. മുന്നിലൊന്ന് നോക്കാം. ഞങ്ങൾ പെട്ടെന്ന് വന്നുകൊണ്ടേ എനിക്ക് മേക്കപ്പ് ഒന്നും ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മേക്കപ്പ് ബാഗ് കൊണ്ടുവന്നിട്ടുണ്ട്. എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് മേക്കപ്പ് സാധനങ്ങളാണ് അതിനകത്തുള്ളത്. അതിപ്പോൾ ഞാൻ ശരത്തുമോൻ്റെ കാറിൻ്റെ കണ്ണാടിയിൽ നോക്കി ഇപ്പോൾ റെഡി ആകുമ്പോഴാണ്. ജസ്റ്റ് ലിറ്റിൽ ബിറ്റ് ഓഫ് ഫൗണ്ടേഷൻ, പിന്നെ സൺസ്ക്രീൻ, ദെൻ ലിപ്സ്റ്റിക്, ദെൻ പിരു ഒന്ന് എഴുതും, പിന്നെ കണ്ണിൻ്റെ പീലി ഒന്ന് വളച്ചിട്ട് ഇങ്ങനെ മസ്കാര ഇടും, ദെൻ മുടി ഒന്ന് കെട്ടും. ഇത്രയാണ് ചെയ്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഒരുപാടങ്ങ് മേക്കപ്പ് ഇടാൻ പറ്റില്ല, കാരണം ഈ ശരത്തുമോൻ ഇട്ടങ്ങ് കുലുക്കുക വണ്ടി. അതുകൊണ്ട് അത്രയൊന്നും പറ്റിയില്ല. ബട്ട് സ്റ്റിൽ ഒരു സറ്റിൽ മേക്കപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരിയായെന്ന് തോന്നുന്നു കേട്ടോ. കുളിച്ചില്ലെങ്കിൽ എന്താ ദൈവമേ. ഞങ്ങളുടെ കുഞ്ഞ് ബാക്കിലുണ്ട്, കറൻ്റ്ലി ഉറങ്ങുവാണ്. നമ്മളിപ്പോൾ എത്താറായി. ഇനി ഒരു 48 മിനിറ്റ്സും കൂടെ ഉള്ളൂ. ശരത്തും ക്ലാസ്സൊക്കെ വെച്ച് ഓടിക്കുന്നുണ്ടോ? അയ്യോ, ടണൽ കഴിഞ്ഞു. അയ്യോ, നമ്മൾ അടുത്ത ടണലിൽ കൂടെ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ ടണലിൽ കൂടെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷം വരും. അപ്പോഴാണ് ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ എന്തായാലും ഇവിടെ ചുമ്മാ ഇരിക്കുവാണല്ലോ, പാട്ടിടണം, വഴി പറഞ്ഞു കൊടുക്കണം, വേറെ പരിപാടിയില്ല. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ക്യൂടെക്സ് ഇടാം. അപ്പം ഞാൻ നെയിൽ പോളിഷ് ഇടുകയാണ് അറ്റ് ദ മൊമെന്റ്. കണ്ടോ, ഇത് നാട്ടിലെയാണ് കേട്ടോ, സ്റ്റുഡിയോ ഇട്ടുകൊണ്ടിരിക്കുക. കണ്ടോ, നമുക്കിനി ഒരു 10 മൈൽസും കൂടെ ഉള്ളൂ. നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പം ഞാൻ മേക്കപ്പൊക്കെ ഇട്ട് നെയിൽ പോളിഷൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറുത്തന്നെ അങ്ങനെ പറഞ്ഞത് കല്യാണത്തിന് പോകുന്നവരുണ്ടെന്ന്. ഞാൻ അത്ര മേക്കപ്പ് ഒന്നും ഇട്ടില്ല, ജസ്റ്റ് കുറച്ച് മേക്കപ്പ് ഇട്ടുള്ളൂ. നമ്മളിപ്പം എനിക്ക് തോന്നുന്നത് ഒരു നല്ല ഒരു കൺട്രി സൈഡിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. നല്ല പാടങ്ങളും പൂക്കളും പച്ചപ്പും ഹരിതാപവും വേണമെങ്കിൽ നിങ്ങളൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നിങ്ങളെ കാണിക്കാൻ വന്നപ്പോൾ അതൊക്കെ അങ്ങ് പോയി. അയ്യോ, ഇനിയിപ്പോൾ എന്തോ ചെയ്യും. കണ്ടോ കണ്ടോ കണ്ടോ. ഇനി നമ്മൾ ഡ്രൈവറെ കാണാൻ പോവാണ്. ഇതൊരു സൂപ്പർ ശരത്തുമോൻ. നിങ്ങളിത് കണ്ടോ, നമ്മൾ ഏകദേശം എത്താറായി. അപ്പം ഇവിടേക്ക് ഇങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങുന്ന ഒരു പ്രതീതിയാണ്. ഇടയ്ക്ക് ഒരു ചെറിയ റിവറോ പുഴയോ അതാണ് സാധനമൊക്കെ ഉണ്ട്. ഭൂപടത്തിൽ നോക്കിയിട്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പം ഇതിങ്ങനെ കണ്ടപ്പോഴേ ശരതവും പറയുവാണേ, ഇത് പണ്ട് ഇവിടെ എല്ലാം അങ്ങ് വെള്ളം കയറി കിടന്നതാണ് കേട്ടോ. ഇപ്പോഴാ ഇത് കരയായി മാറിയത്. കണ്ടോ അത് കണ്ടോ. വെൽക്കം ടു ക്യാൻബി ഐലൻഡ് ബൈ ദ സീ. അപ്പം നമ്മൾ പറഞ്ഞു വന്നേ, ശരത്തുവും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇത് ഭയങ്കര ശരത്തുമോന് വണ്ടി ഓടിക്കുമ്പോൾ ഒരു ചതുപ്പ് ഫീൽ ചെയ്യുന്നത്. തെലങ്കാനയിൽ വണ്ടി ഓടിക്കുമ്പോൾ ചതുപ്പ് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഫീൽ ചെയ്യുന്നു. അപ്പം ശരത്തുമോൻ അതങ്ങനെയാണ് പറയുന്നത്. നമുക്ക് ഇനി ശരത്തുമോനെ ഒന്ന് കാണാം. ചെറുത്തന്നെ പറയടാ ചെറുത്തന്നെ. അപ്പം നിങ്ങൾക്ക് ഈ വിലയേറിയ അറിവാണ് ഞങ്ങൾ സമ്മാനിച്ചിരിക്കുന്നത്. നമ്മൾ
ക്യാൻബി ഐലൻഡിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഈ 2 സ്ഥലത്തെ വീടുകളെ പറ്റി ഒന്ന് ചർച്ച ചെയ്യുമായിരുന്നു. ഈ വീടുകളൊക്കെ ഡിറ്റാച്ച്ഡ് ആണ്, എല്ലാം ഡിറ്റാച്ച്ഡ് വീടുകളാണ്. പിന്നെ ബംഗ്ലാവ് ഉണ്ട്. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരുപാട് പൂക്കള്, ഗാർഡൻ. നമ്മളൊരു ഒരു ഒരു കാര്യം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലെ എല്ലാവരുടെയും ഫ്രണ്ടിൽ വീടുകൾ വലിയ വീടുകളാണെങ്കിലും എല്ലാം വലിയ പോഷ് കാറുകളൊന്നുമല്ല. അപ്പം ഞാനതിനെ പറ്റി സംസാരിച്ചപ്പോൾ ശരത്തുവൻ പറയുന്നത് അയ്യോ എൻ്റെ വണ്ടി പോലൊരു വണ്ടി എടുക്കും. ശരത്തുവൻ പറയുവാണേ ഇവരൊക്കെ മീൻപിടുത്ത ഉപജീവന മാർഗമാക്കുന്ന ആൾക്കാരാണ്. ശരത്തുവൻ എന്താ ശരത്തുവൻ പറഞ്ഞേ? ഇത് കണ്ടോ, ഷോപ്പിംഗ് സെന്റേഴ്സ് ഒക്കെ കണ്ടോ, ഇങ്ങനെ സെയിൻസ്ബറി, ആർഗോസ് അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തുണിയൊക്കെ ഇട്ട് വിൽക്കുന്നു. നമ്മളിവിടെ എത്തി. ആക്ച്വലി നമ്മളൊരു പാർക്കിംഗ് സ്പേസ് ഇവിടെ കണ്ടുപിടിച്ചു. അവിടെ പാർക്കിംഗ് ഉണ്ട്. ബയോൺ അറൈവലാണ്. ഇതാണ് ഇതിന്റെ ചുറ്റുപാട്. ഇപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഫുഡ് കഴിക്കാനാണ്. ഞങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു കടയിൽ കയറി ലോക്കൽ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാൻ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ലോക്കൽ ഫുഡ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഒരു സ്ഥലം, ഞങ്ങൾ വന്ന ഒരു സ്ഥലം. ആൻഡ് ദിസ് ഈസ് ദ മെനു. ക്ലോക്ക് കണ്ടോ നിങ്ങൾ? വെരി സ്മോൾ ലോക്കൽ ഷോപ്പ്. കമ്പാരിറ്റീവ്ലി കുറച്ച് അഫോർഡബിൾ ആണ് പ്രൈസസ് ഒക്കെ എന്ന് തോന്നുന്നു. ഞാൻ കഴിക്കുന്നത് സ്കാംബി ആൻഡ് ചിപ്സ്. ശരത്ത് മോൻ എന്തോ വേണ്ടുന്നേ? സോസേജ് ആൻഡ് ചിപ്സ്. ഓക്കെ. നമ്മൾ തന്നെ ചായ ഉണ്ടാക്കണം. മിൽക്ക് 2 ചെറിയ ഡപ്പയിൽ കിട്ടിയിട്ടുണ്ട്. സെമി സ്കിംഡ് മിൽക്കാണ്. നമ്മൾ ചായ ഉണ്ടാക്കണം. ദിസ് ഇസ് മൈ ഹോട്ട് ചോക്ലേറ്റ്. കുഞ്ഞിൽ വെച്ചേരട്ടെ. പൊക്കിയിട്ടിട്, അന്നേരം അത് എടുത്തോളൂ. ആക്ച്വലി ഇറ്റ്സ് ലവ്ലി. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഹാൻഡ് മെയ്ഡ് അല്ല, മിഷൻ മെയ്ഡാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ക്ലൗഡിയാണ്, പക്ഷെ വണ്ടി ആയിട്ടായിരിക്കും. മണ്ടനല്ല. നമ്മുടെ സ്വന്തം അല്ല, ഇതിന്റെ നാട്ടുകാരും ഇങ്ങോട്ട് ഇറങ്ങാം. പിന്നെ ഇവിടെ നേരെ ഇങ്ങനെ കുറച്ച് 2 സൈഡിലും ഇങ്ങനെ കസേരയുണ്ട് നമുക്ക് ഇരിക്കാൻ. നമുക്ക് ഒരു ദിവസം ഇങ്ങനെ വന്ന് കഴിച്ചിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ നല്ല ഒരു ബീച്ച്.
എനിക്കെന്തെങ്കിലേ ഇങ്ങനെ ഈ ഷോറിൽ വന്നിട്ട് ഈ ഷെല്ലൊക്കെ പറക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മളങ്ങനെയൊന്നും പാർക്കിക്കൂടാ, കാരണം ഈ ഷെല്ല് വലുതാവത്തില്ലല്ലോ. അപ്പോൾ ഈ ഒച്ചും ഈ സാധനങ്ങളൊക്കെ വേറെ ഷെല്ല് തപ്പി ഇങ്ങനെ നടക്കും. അപ്പോൾ ഈ പഴയ ഷെല്ലൊക്കെ അത് ഉപയോഗിക്കും. പക്ഷെ എന്നാലും ഭയങ്കര ഭംഗിയുള്ള ഷെല്ലുകളുണ്ട് ഇവിടെ കേട്ടോ. ഷെല്ല് കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി നൈസ്. ഞാനിങ്ങനെ നടന്ന് വന്നപ്പോഴേ ഞാനിങ്ങനെ ഷെല്ല് കളക്ട് ചെയ്യുവാണേ. പിടിച്ചിട്ട് ഈ മോതിരമൊക്കെ ഇട്ടൊക്കെ. ഞാൻ ജെല്ലി ഫിഷിനെ കണ്ടിട്ടുണ്ടോ? രണ്ടുമൂന്നെണ്ണം ഉണ്ട് ഇങ്ങനെ കരയ്ക്ക് അടിഞ്ഞാണ്ട്. വേറെ ഒരെണ്ണം ഇവിടെ ഒരു ഫ്ലഡ് വന്നിട്ട് ഇങ്ങനെ ഈ നാടിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എഴുതിയിരിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ വോളും പെയിൻറ്റിങ്ങും ഒക്കെ കാണാം. ബട്ട് പെയിൻറ്റിങ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. ഒരു പാഡ്ലിംഗ് പൂളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് അപ്പുറത്തെ സൈഡിൽ കര കാണാം കേട്ടോ. ഇവിടെ നിന്നാലേ ഒരു പ്രത്യേകതര ഒരു ഇത് കൺകർഡ് ബീച്ച് പാഡ്ലിംഗ് പൂൾ. ഞങ്ങളെന്തായാലും അവിടോട്ട് ഇറങ്ങാൻ പോവാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഇങ്ങനെ കാണാൻ, നല്ല രസമുണ്ട്. കളക്റ്റിബിൾസ് എനിക്കിങ്ങനെ കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ അങ്ങനെ ഞങ്ങളൊരു സാധനം കളക്ട് ചെയ്യും. ഇതുണ്ടോ? മമ്മി ഞങ്ങളേ ഈ ഇതിൻ്റെ തീരത്തുനിന്നുണ്ടല്ലോ കുറച്ച് ജെംസ് ഒക്കെ കണ്ടുപിടിച്ചു. ഞങ്ങളിത് കൊണ്ടുവന്ന് ചേർത്തുവനെ വലിയ കാര്യത്തിൽ ജെംസ് ആണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു. പക്ഷെ അടുത്തവൻ പറയുന്നേ കുപ്പിച്ചില്ല് പൊട്ടിയതാണെന്നൊക്കെ. പക്ഷെ ഞങ്ങളിതിനെ ജെംസ് ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഞങ്ങള് 1 ഡേ അവിടെ സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഒരു 4:30 അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ല ഫുഡുണ്ട്, നല്ല ഐസ്ക്രീം കിട്ടും അല്ലേ ചെറുതരെ? ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു. പിന്നെ കുഞ്ഞിന് നാപ്പി മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ തിരിച്ചു പോവാണ്. ചെന്നിട്ട് ഞങ്ങളൊരു സിനിമ കാണുന്നു. അതാണ് പ്ലാൻ അല്ലേ? അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.